ഈ പ്രതിഷേധം ഓർമ്മയുണ്ടോ? എയർ ഇന്ത്യയുടെ സ്ഥിരം പരിപാടിയായ പ്രവാസി ദ്രോഹ നടപടികൾക്കെതിരെ കോഴിക്കോട് വിമാനത്താവളത്തിൽ പ്രവാസി മലയാളിയുടെ ഒരു പ്രതിഷേധമായിരുന്നത്. എയർ ഇന്ത്യ ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റർ ലഗേജിൽ ഒട്ടിച്ചാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും മസ്കറ്റിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനത്താവളത്തിൽ വെച്ച് കോഴിക്കോട് വാണിമൽ സ്വദേശി നൗഫലിൻ്റെ ഒരു വേറിട്ട പ്രതിഷേധം ഇപ്പോഴൊന്നുമല്ല, കഴിഞ്ഞ ജൂലൈയിൽ അരങ്ങേറിയത്. തൻ്റെ യാത്ര 2 തവണ എയർ ഇന്ത്യയുടെ അനാസ്ഥ കാരണം മുടങ്ങി എന്നായിരുന്നു നൗഫലിൻ്റെ ആരോപണം. പ്രവാസി യാത്രക്കാരെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന എയർ ഇന്ത്യയെ ബഹിഷ്കരിക്കുക, മറ്റ് കമ്പനികളുടെ വിമാനങ്ങളിൽ സുഖമായി യാത്ര ചെയ്യുക, എയർ കേരള വരട്ടെ, ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നീ വാക്കുകളും ആ ലഗേജിലെ പോസ്റ്ററിൽ ഒട്ടിച്ചിരുന്നു. നൗഫലിൻ്റെ ഒറ്റയാൾ പ്രതിഷേധം പോലെ എത്രയോ യാത്രക്കാർ എയർ ഇന്ത്യയുടെ ഈ ദേശീയ മെല്ലപ്പോക്കിൽ വയറുമുടക്കത്തിലൊക്കെ അധികൃതരോട് പരാതിപ്പെട്ടിരിക്കുന്നു. ഒന്നും നടന്നില്ല. സിവിൽ ഏവിയേഷൻ വകുപ്പിന് പരാതി നൽകി എത്ര കാലം കാത്തിരുന്നു? ഒന്നും നടന്നില്ല. ഇളകിയ സീറ്റുകൾ, വൃത്തിഹീനമായ ഉൾവശം, മോശം പെരുമാറ്റം, അങ്ങനെ നിരവധി പരാതികൾ. ഇപ്പോഴിതാ അഹമ്മദാബാദ് അപകടത്തിൻ്റെ പേരിൽ വിമാനങ്ങൾ വെട്ടിക്കുറയ്ക്കുക, അല്ലെങ്കിൽ സർവീസുകൾ ലേറ്റാക്കുക. ഇതാണിപ്പോൾ എയർ ഇന്ത്യയുടെ പരാതികൾ ഒഴിവാക്കാനുള്ള ഒറ്റമൂലി. നമുക്കറിയാം, പ്രവാസികൾ, പ്രത്യേകിച്ച് യൂറോപ്പിലേക്കുള്ള പ്രവാസികളുടെ മടക്കയാത്രകൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. ആ യാത്ര എയർ ഇന്ത്യയിൽ കൂടിയാണെങ്കിൽ ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തവുമാണ്. ഏറ്റവും പുതുതായി എയർ ഇന്ത്യ അധിക പരിശോധന പേരിൽ ഇപ്പോൾ ചെയ്യുന്നത് സർവീസുകൾ ഒന്നുകിൽ വൈകിപ്പിക്കുക, അല്ലെങ്കിൽ അന്നത്തേക്ക് ക്യാൻസൽ ചെയ്യിപ്പിക്കുക. മുംബൈയിൽ നിന്നും ഹീത്രൂവിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെടേണ്ട എയർ ഇന്ത്യ 131 വിമാനവും തനി സ്വഭാവം കാണിച്ചതോടെ യാത്രക്കാർക്ക് പ്രതികരിക്കേണ്ടി വന്നു. വിമാനമാകട്ടെ എല്ലാ സീറ്റും ഫുൾ. പക്ഷേ എന്തോ തകരാർ. അത് യന്ത്ര തകരാറാണോ എന്ന് പരിശോധിക്കുന്നത് അവസാന നിമിഷമാണ്. ഒടുവിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് യാത്രക്കാർ ആശ്വാസമായി നിന്നപ്പോഴാണ് മുംബൈ ഹീത്രൂ വിമാനം ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമമെന്ന് മനസ്സിലായത്. ഇതോടെ മുംബൈ വിമാനത്താവളത്തിൽ പ്രവാസി യാത്രക്കാർ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഒടുവിൽ 1 മണിക്കൂർ യാത്രക്കാരെ അനിശ്ചിതത്തിലാക്കിയ ശേഷമാണ് വിമാനത്തിൻ്റെ ബോർഡിംഗ് പോലും അവർ ആരംഭിച്ചത്. UK-യിലേക്ക് കേരളത്തിൽ നിന്നുള്ള നേരിട്ടുള്ള സർവീസുകൾ വെട്ടിക്കുറച്ച എയർ ഇന്ത്യ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള UK-യിലേക്കുള്ള നേരിട്ട സർവീസുകളെയും കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സർവീസുകളും സ്ഥിരം വൈകുന്നത് സർവ്വസാധാരണമാണ്. ഏകോപനമില്ലായ്മയാണ് ഈ എയർ ഇന്ത്യ സർവീസ് അലംഭാവത്തിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എയർ ഇന്ത്യയുടെ തലപ്പത്ത് ആധുനികവൽക്കരണത്തിൻ്റെ പേരിൽ നിരവധി പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഇവിടുത്തെ കീഴ് ജീവനക്കാർ അനുസരിക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാന കാരണം. തുടർ പരിശോധനകളുടെ പേരും പറഞ്ഞ് വൈകി സർവീസ് നടത്തൽ സ്ഥിരം സംഭവമാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ എയർ ഇന്ത്യയിലെ യാത്രക്കാർ. ദുഃഖകരമെന്ന് പറയട്ടെ, എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്ര ചെയ്തിരുന്ന പ്രവാസി മലയാളികൾ അധികവും ഇപ്പോൾ പറയുന്നത് മറ്റൊരു ഓപ്ഷൻ ഉടൻ കണ്ടുപിടിച്ച് മാറണമെന്നാണ്.